ഞാൻ കൊടുത്ത ഫ്രീഡമാണ് നിങ്ങൾ കണ്ടത്, കാണുന്നത് ഒരു പരിധി വരെ നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്നോടൊപ്പം ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോമിൽ വരുന്നതും ഡാൻസ് ചെയ്യുന്നതും അദ്ദേഹം അഭിനയിക്കുന്നതും സീരിയലിൽ അഭിനയിക്കുന്നതും ഒക്കെയായ, അതായത് ഒരു സാധാരണ മനുഷ്യന് കൊടുക്കുന്ന സ്വാതന്ത്ര്യം അതൊക്കെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനകത്തൊന്ന് ഇടപെട്ടോട്ടെ, കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊരു തെറ്റായ പ്രയോഗമല്ലേ എന്നുള്ളത് ഫിറോസെ. കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ വാക്ക് തെറ്റാണെങ്കിലും ആ വികാരത്തിന് തെറ്റില്ല. ഇയാള് ഫ്രീഡം ഒക്കെ കൊടുക്കൂ. ഒരു ദിവസം എങ്ങനെയാ കൊടുക്കുക, എത്ര വീതം കൊടുക്കും, എങ്ങനെയൊക്കെയാ കൊടുപ്പ്? അല്ല, അറിയാത്തതുകൊണ്ട് ചോദിച്ചാൽ അത്യാവശ്യത്തിനുള്ള ഒരു ഫ്രീഡം ഒക്കെ കൊടുക്കുന്ന ഒരു മോഡേൺ ചിന്താഗതിയുള്ള ഭർത്താവാണ് ഫിറോസ് കേട്ടോ. ചിലപ്പം പ്രതീക്ഷിച്ച അത്രയും സ്വാതന്ത്ര്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് ദിവസത്തിൽ കിട്ടാത്തതുകൊണ്ടായിരിക്കാം സജന മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. സ്വാതന്ത്ര്യം അങ്ങനെ പിടിച്ചു വെക്കാൻ പാടുണ്ടോ? ഒരു ദിവസം അങ്ങനെ കുറേ സ്വാതന്ത്ര്യം കയ്യിലിരുന്ന് കഴിഞ്ഞാൽ തനിക്ക് വയ്യാതാവൂടോ? പിടിച്ചു വെക്കാതെ കുറേശ്ശെ അങ്ങോട്ട് കൂടുതലായിട്ട് കൊടുക്ക്. അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത്, സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിലും സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യം എന്താണ്? ഒരു സ്ത്രീ ലോകത്ത് ജീവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. അവരുടെ സ്വാതന്ത്ര്യത്തിനെ പിടിച്ചു വെക്കാനും ആവശ്യാനുസരണം കുറേശ്ശെ കൊടുക്കാനും നിങ്ങൾക്ക് റൈറ്റൊന്നുമില്ല. ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ രണ്ടാളുടെ ഡ്യൂട്ടി മാത്രം ചെയ്ത് ജീവിച്ചു പോവുക. അതായത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എന്താണ്? ഒരാളെ കൺട്രോൾ ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ ഒരാൾക്ക് ആവശ്യമായ ഫ്രീഡം ഒരാൾ കൊടുക്കുന്നതല്ല ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പ്. മനസ്സിലായോ? അങ്ങനെയുള്ള ഒത്തിരി പാളിച്ചകൾ നിങ്ങളുടെ കയ്യിലുള്ളത് കൊണ്ടായിരിക്കാം സജന നിങ്ങളുടെ അടുത്ത് പോയിട്ടുള്ളതെന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ അതിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. വീഡിയോ അതേറ്റ് കാണുന്ന ആൾക്കാരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കുക. നമ്മളെ സജന കുറച്ച് 2 ദിവസം മുമ്പ് ഒരു ആർഗ്യുമെന്റ് പറയുകയുണ്ടായി. ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഒരു 17 വയസ്സുള്ള പെൺകുട്ടി, പിന്നെ ഒരു ബിഗ് ബോസ് താരം, പിന്നെ ഒരു ഡോക്ടർ, അങ്ങനെ ഒരുപാട് സ്ത്രീകളുടെ പേരിന്റെ കൂടെ ഈ ഒരു സൂര്യ ജോഡിന്ന് അങ്ങനെ ഇതൊരു പ്രോഗ്രാമിന്റെ പരിപാടിന്റെ സമാപനത്തിന്റെ സമയത്ത് ഒരു സ്ത്രീനെ ഇവർ ലിപ് ലോക്ക് ചെയ്തു, ഫ്രഞ്ച് കിസ് അടിച്ചു എന്ന് ഏതാണ്ട് പറയുകയുണ്ടായി. ആ ഒരു പെൺകുട്ടി രംഗത്ത് വന്ന് വോയിസ് സഹിതം ബൈറ്റ്സ് കൊടുക്കുന്നുണ്ട്. അതങ്ങനെയല്ല, അയാൾ എൻ്റെ കയ്യിലാണ് ചുംബിച്ചിട്ടുള്ളത്. അതും എൻ്റെ സമ്മതപ്രകാരമില്ലാതെ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്ത് അയാൾ എന്നെ ചുംബിക്കുകയായിരുന്നു. ആ ഒരു രംഗം മാത്രമാണ് സജന കണ്ടത്. അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളൊന്നും സജന എന്ന് പറയുന്ന സ്ത്രീ കണ്ടിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പറയുന്നത് എന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞ് വളരെ ജെന്യുവൻ ആയിട്ടാണ് സംസാരവും കാര്യങ്ങളൊക്കെ. അവരെ സപ്പോർട്ട് ചെയ്ത് വേറെ 2-3 ആൾക്കാരൊക്കെ ഓഡിയോ സന്ദേശമായിട്ട് കൊടുക്കുന്നുണ്ട്. എന്താണെങ്കിലും അധികം ദീർഘിപ്പിക്കുന്നില്ല. നിങ്ങൾ ആ ഓഡിയോ ആദ്യം കേൾക്കുക, അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയും. കുറച്ച് ലെങ്തി ആയിരിക്കും. മാക്സിമം ഞാനത് കട്ട് ചെയ്ത് കുറയ്ക്കാൻ വേണ്ടി ശ്രമിക്കാം. എന്നിരുന്നാലും മുഴുവനായിട്ട് കേൾക്കുക. ഞാനാണ്, പക്ഷെ എനിക്ക് എന്റെ വേർഷൻ പറയാനുണ്ട്. കാര്യം ഈ വീഡിയോ കാണുന്നവരെയും എനിക്ക് ഈ പേഴ്സണലി ഇവർ രണ്ടുപേരും, എനിക്ക് പേര് പറയുന്നില്ല, ആ 2 വ്യക്തികളും എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമില്ല. പക്ഷേ ഈ പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഇവര് നല്ലൊരു കപ്പിൾസ് അല്ല എന്നുള്ള രീതിയിൽ ഒരു ഇഷ്ടം കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഇൻസിഡന്റ് ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു ഇൻസിഡന്റ് നടന്നു എന്നുള്ള കാര്യം. ആ ഇൻസിഡന്റിന് ശേഷം ഞാൻ ഈ 2 പേരോടും ഞാൻ ഇവർക്ക് മുഖം കൊടുക്കാറുമില്ല. ഈ 2 പേരോടും ഞാൻ അത്ര ഇതിലുമല്ല. പക്ഷെ ഇപ്പൊ ഈ ഒരു കാര്യം വളച്ചൊടിച്ച് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അന്ന് അവിടെ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ സൂര്യ ജോഡി പറഞ്ഞ പ്രോഗ്രാം നടക്കുന്ന ആ സമയത്ത് ഇവരിപ്പോ വീഡിയോയിൽ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഹെക്ടിക് ഷൂട്ടായിരുന്നു. ഷൂട്ടിന്റെ ടയർഡൊക്കെ വേണം ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ വേണ്ടി കള്ളുപിടിക്കാനും സിസർ വലിക്കാനും ഒരു പാർട്ടി. നമ്മളിപ്പോ ഹെക്ടിക് ഷൂട്ട് കഴിഞ്ഞ് ടയർഡായി കഴിഞ്ഞാൽ കിടന്ന് ഉറങ്ങുക ചെയ്യാം. ഓക്കെ, ഇവരങ്ങനെ ആയിരിക്കില്ലായിരിക്കാം. പക്ഷെ ഇവർ ഈ പാർട്ടി നടത്തി പറയുന്നുണ്ടല്ലോ. ഈ പാർട്ടി നടത്തിയത് ഞങ്ങളുടെ റൂമിൽ വെച്ചിട്ട്, എന്റെ റൂമിൽ വെച്ചിട്ട്. ഞങ്ങൾ ചെന്നൈയിലായിരുന്നു താമസം. മീൻസ് ഈ ഷൂട്ട് സൺ ടിവിയുടെ ഫ്ലോറിലായിരുന്നു. ചെന്നൈ ആയിരുന്നു ഞങ്ങൾക്ക് സ്റ്റുഡിയോന്റെ അടുത്ത് തന്നെയായിരുന്നു ഒരു ഹോട്ടലിൽ ഉണ്ടായിരുന്നത്. അപ്പോ ആ സമയത്ത് ഒരു റൂം 2 പേര് ഷെയർ ചെയ്യണം. എല്ലാവരും ഒന്നും വേണ്ട. അപ്പൊ അതിൽ ബാക്കിയുള്ള കുറെ ആർട്ടിസ്റ്റുകൾ, ഞാൻ ആദ്യം പേര് എടുത്തെടുത്ത് പറയുന്നില്ല. അറിയാതെ എന്റെ വായന പേര് വന്നാലും അത് ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് ഹൈഡ് ചെയ്തോളൂ. കാര്യം ചിലപ്പോൾ വായിൽ അറിയാതെ വന്ന് പോകുമായിരിക്കാം അതിലുള്ള ആൾക്കാരുടെ എന്തെങ്കിലുമൊക്കെ. അപ്പൊ അതിൽ ചില ആൾക്കാർ സീനിയർ, ഇത് ഒരുവിധം എല്ലാവരും അതിലൊക്കെ നമുക്ക് കണ്ടുപരിച്ചത്. അതായത് ഇപ്പൊ ഞാനും കുറച്ച് പേര് മാത്രമേ ഉള്ളൂ പുതിയൊരു ആൾക്കാർ എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്ക് അതിന്റേതായ അവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കാര്യം ഞങ്ങളുടെ റൂമിൽ പാർട്ടി വെക്കാൻ തന്നെ കാരണം അതായിരുന്നു. ഞാനും വേറൊരു ആർട്ടിസ്റ്റും കൂടിയായിരുന്നു റൂമിലുണ്ടായിരുന്നു, ലേഡി ആർട്ടിസ്റ്റ് തന്നെ. അപ്പൊ ഞങ്ങളുടെ റൂമിൽ ടിൻ ബെഡ് ഉണ്ടായിരുന്നു, ഒരു ബെഡ് അപ്പുറത്ത്, നടുക്കിൽ ടേബിൾ ഇപ്പുറത്ത്, അങ്ങനെ ആയിരുന്നു റൂം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പാർട്ടി അവർ ഞങ്ങളുടെ റൂമിൽ ഞങ്ങൾ സത്യം കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, അങ്ങനത്തെ യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും യൂസ് ചെയ്യില്ല. ആ കുട്ടി അന്ന് യൂസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, സോറി. അന്ന് ആ കുട്ടി അത് യൂസ് ചെയ്തിട്ടില്ല. ഞാനും ഇന്ന് വരെ ഞാൻ ഈ ലഹരി കള്ളും കുടിക്കില്ല, സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ അങ്ങനത്തെ പരിപാടിയും എനിക്കില്ല. എന്നിട്ട് ഞങ്ങളെ റൂം തന്നെ ചൂസ് ചെയ്തു. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ട് ഞങ്ങളുടെ റൂം ചൂസ് ചെയ്തു എന്നുള്ളത്. കാര്യം അവരൊക്കെ സീനിയർ ആർട്ടിസ്റ്റുകൾ, അവരൊന്നും ഈ പരിപാടി അവരുടെ റൂമിലേക്ക് കഴിഞ്ഞാൽ അത്രയും നല്ലപോലാവുന്ന അവർക്ക് ബോധം ഉണ്ടായതുകൊണ്ടായിരിക്കാം. ഇവിടെ പിന്നെ ഞങ്ങൾ സ്റ്റാറ്റസ് ആയതുകൊണ്ട് ഞങ്ങൾ നോ പറയില്ലല്ലോ. പക്ഷെ ഇന്നായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോൾ നോ പറയുന്നത്. ഞാൻ എന്തെങ്കിലും കള്ളുടിക്കും പരിപാടിയില്ല, അപ്പൊ എനിക്ക് പാർട്ടിക്ക് താല്പര്യമാവുന്നത് എന്റെ റൂമിൽ വേണ്ട, നിങ്ങളുടെ റൂമിലായിക്കോന്ന് എനിക്ക് പറയാൻ ഗട്സ് ഇന്നുണ്ട്. പക്ഷെ അന്ന് ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലം ഉണ്ടായിരുന്നുള്ള ഒരു സമയമായിരുന്നു. അപ്പൊ ഇവര് ഞങ്ങളുടെ റൂമിലേക്ക് ഈ പറഞ്ഞ മാതിരി ആ വീഡിയോയില് ആ ചേച്ചി പറയുന്നുണ്ടല്ലോ, ടിക് ഷൂട്ട് ചെയ്യേണ്ടി ഞങ്ങൾ കള്ളും സിസറും ജ്യൂസ് കുടിക്കുന്നവർക്ക് ജ്യൂസ് കുടിക്കാം, കള്ളു കുടിക്കുന്നവർക്ക് കള്ളു കുടിക്കാം, സിസർ അല്ലാതെ വേറെ ഒന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോ സിസർ എന്ന് പറഞ്ഞോണ്ട് തെറ്റി കഴിക്കേണ്ട, ഇതിനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കേട്ടോ ഞാൻ.
ലിറ്ററലി പറയുന്നത് എന്നോട് പറയിപ്പിക്കാൻ അതൊന്നും ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചാൽ ഇങ്ങനെ ഒരു കാര്യം എടുത്തുകൊണ്ട് മാത്രം പറയണത്. ഇതിപ്പോ ഞാൻ ഇതാകെ എന്റെ വീട്ടിൽ വന്നപ്പോ എന്റെ അമ്മയുടെ അടുത്തും അച്ഛൻ്റെ അടുത്തും എന്റെ കുറച്ച് ക്ലോസ് ഫ്രണ്ട്സിന്റെ അടുത്തും നാട്ടിലെ ഫ്രണ്ട്സിന്റെ അടുത്തും ഞാൻ ഈ സംഭവങ്ങളൊക്കെ അന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഒരു ബിഗ് ബോസ് വന്നതിന് ശേഷം നമ്മളിങ്ങനെ പറയുമല്ലോ, ഇവരെന്നോട് ഇങ്ങനെ പെരുമാറിയിട്ടുണ്ട്, ഇവർ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതല്ലാതെ ഇന്നേ വരെ ഞാൻ വേറെ ആളത്ത് ഞാൻ പറയേണ്ടി വന്നിരുന്നില്ല. ഇന്നലെ ഈ ലൈവ് കണ്ടതെന്ന് മാത്രമേ പറയുന്നത്. ഞാൻ അവിടെ എന്റെ ബെഡില് പുറത്തിന്റെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നു. അപ്പുറത്ത് മറ്റേ എന്റെ ഞങ്ങൾ റൂം ഷെയർ ചെയ്യുന്ന മറ്റേ കുട്ടി അപ്പുറത്തിരിക്കുന്നു. ആ കുട്ടി ഒരു സീരിയൽ ചെയ്യുന്ന കുട്ടീനെ എനിക്ക് പേര് കറക്റ്റ് അറിയില്ല. അവളും അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും യൂസ് ചെയ്തില്ല. ബാക്കി എല്ലാവരും വിളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട്, എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതില് ഇപ്പൊ സിസർ മാത്രം ഞങ്ങൾ തെറ്റിദ്ധരിക്കണം എടുത്ത് പറയുമ്പോൾ ആ ചേച്ചി സത്യം അങ്ങനെ എല്ലാം പറയുമ്പോൾ സത്യങ്ങൾ മാത്രം പറയുന്ന വ്യക്തിയാണെങ്കിൽ സത്യം കൂടി പറയണം. സിസർ മാത്രമല്ല അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവർ ഈ സിസറിന്റെ അകത്ത് ഒരു കറുത്ത ഒരു ഗുളിക പോലത്തെ ഒരു സാധനം ഞാൻ വീട്ടിൽ വന്നിട്ട് ഞാനത് പറയുകയും ചെയ്തായിരുന്നു. ഇപ്പൊ നേരത്തെ പറയുമ്പോൾ പറയാം ആ ഒരു ഗുളിക പോലത്തെ ഒരു കറുത്ത ഗുളിക. ഞാൻ ഇവിടെ വീട്ടിൽ പറയുന്നത് ഇവരെന്തൊരു ആട്ടുതട്ടം പോലെ ഒരു സാധനം കൊടുത്തിട്ട് ഈ നന്നായി പൊടിച്ചിട്ട് സിസർ തുറന്ന് സിസറിന്റെ ഉള്ളിലിട്ട് വീണ്ടും ചുരുട്ടിയിട്ടാണ് ഇവർ മാറി മാറി വലിച്ചിട്ടുണ്ടായിരുന്നത്. റൂം മൊത്തം ഈ പറഞ്ഞ ഫുൾ ലൈറ്റ്സ് ഒക്കെ ഓഫ് ചെയ്ത് DJ ലൈറ്റ് പോലെ ഇട്ട് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവിടെ അവരുടെ ഈ പറഞ്ഞ മാതിരി അടിച്ചുപൊളി തന്നെ ആയിരുന്നു. കള്ളുകൂടിയും സിഗരറ്റ് വലിയും ഡാൻസും കൂത്തും തന്നെ ആയിരുന്നു. ഞങ്ങൾക്ക് ഇതിന് താല്പര്യമില്ല. ഞങ്ങൾ അതിലേക്ക് അത്ര ആ ഒരു വൈബ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മാറി ഞങ്ങളുടെ ബെഡിൽ ഞങ്ങൾ ഇരിക്കുകയായിരുന്നു. ഈ പറയുന്ന വ്യക്തി ഈ ആള് എന്നെ നിർബന്ധിക്കുന്നുണ്ട്, കള്ളു കുടിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്, സിഗരറ്റ് വലിക്കാൻ വേണ്ടി നിർബന്ധിക്കുന്നുണ്ട്. അവിടെ ബെഡിൽ ഇരിക്കുമ്പോൾ എന്നെ കള്ളു കുടിക്കാനാണ് നിർബന്ധിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, ഞാൻ കുടിക്കാറില്ല, കുടിക്കാത്ത വ്യക്തിയാണ്, എനിക്ക് താല്പര്യമില്ല. അപ്പൊ പൊതുവെ ഇവർ ഈ പാർട്ടിയിൽ നിർബന്ധിക്കാൻ എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെ ഒഴിവാക്കി വിട്ടു. അത് കഴിഞ്ഞിട്ട് കുറെ നേരം ഇവർ ഇതന്നെ ഇവരുടെ പരിപാടി ഉണ്ടായിരുന്നത്. ഈ എന്താണ് പറയാ, ഈ പറയുന്ന ഈ ചേട്ടനും ചേച്ചിയും കെട്ടിപ്പിടിക്കുന്നു, അവരുടേതായ റൊമാൻസ് മൂലയ്ക്ക് നടക്കുന്നു. ഈ പറഞ്ഞ ഹസ്ബൻഡും വൈഫ് തന്നെ കേട്ടോ, ഈ പറയുന്ന സോക്കോളുടെ ഹസ്ബൻഡ് വൈഫിന്റെ കാര്യം പറയുന്നത്. അവരത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, നമ്മളിതൊക്കെ കാണുന്നുണ്ട്. നമ്മൾ നിസ്സംഗ പോലെ ഇരിക്കുക. കാര്യം നമുക്കൊന്നും പറയുന്ന വോയിസ് ഒന്നും ആയിട്ടില്ല. അവരൊക്കെ വലിയ ആർട്ടിസ്റ്റുകളുടെ രീതിയായിരുന്നു. അതിനുശേഷം കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ ബാത്റൂമിന്റെ അവിടേക്ക് പോകേണ്ട ആവശ്യം. ഇവർ അത് പറയട്ടെ, സിസർ വലിക്കുന്നത് ഒരു റൂമെന്നല്ലേ, സിസർ വലിക്കുന്നത് ഒരു ബാത്റൂമിന്റെ ആയിരുന്നു കേട്ടോ എല്ലാവരും. കാര്യം അത് പുക വരണ്ടാന്ന് കരുതിയിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവർ ബാത്റൂം കയറും, ഡോർ അടയ്ക്കും, സിഗരറ്റ് വലിക്കും. ആവശ്യക്കാരെ ഇറങ്ങും, പുറത്ത് മീൻസ് പുറത്തേക്ക് വരും, അകത്തേക്ക് പോകും, സിഗരറ്റ് വലിക്കും. അങ്ങനെയായിരുന്നു ഇവരെ പരിപാടി ഉണ്ടായിരുന്നത്. അപ്പോ ഞാൻ ബാത്റൂം പോകാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഒന്ന് പോയതാ. ഡോർ ഫുൾ മലത്തി കിടക്കുക കേട്ടോ. എന്ന് വെച്ചാൽ ഡോറൊന്നും ക്ലോസ് ആയിട്ടില്ല, ഫുൾ മലന്ന് കിടക്കാണ്. കാര്യം ഒരു ബാത്റൂമിൽ നിന്ന് വലിക്കുകയാണ്, ഫുൾ പുകയാണ്. നമ്മളൊരു കുടവഞ്ഞ പോലെ പുക കെട്ടി കിടക്കുകയാണ്. സോറി, പേര് വായിൽ വരുന്നുണ്ട്. ഈ പറയുന്ന വ്യക്തി ഡോറിന്റെ അടുത്താണ്, ഡോറിന്റെ കറക്റ്റ് ഡോറിന്റെ അവിടെയാണ് നിന്നിട്ട് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ അവിടേക്ക് ഈ ഡോറിന്റെ പുറത്താണ് ഞാൻ നിൽക്കുന്നത്. ഒരു റൂം, ഒരു സ്യൂട്ട് റൂം പോലെയുള്ള നോർമൽ ഒരു റൂമാണ്. 2 ബെഡും ആ ബെഡിനോട് ചേർന്നിട്ട് തന്നെ ഒരു അലമാരയും മിററും ഈ പറഞ്ഞ ബാത്റൂമും. ഒരാൾക്ക് ഒരു ഹോട്ടൽ റൂം ആലോചിച്ചാൽ കിട്ടും എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അവിടെ ഞാൻ ഈ വാർഡ്രോബിന്റെ അവിടെ എത്തിയത് തന്നെ മനസ്സിലായി, എനിക്ക് ബാത്റൂം പോകാൻ പറ്റുന്ന അന്തരീക്ഷമല്ല അവിടെ നിന്ന് എനിക്ക് മനസ്സിലായി. അവരാണെങ്കിൽ കണ്ടിറങ്ങി പുറത്തേക്ക് ഇറങ്ങുന്നുമില്ല, നമ്മൾക്കൊന്നും മാറി തരുന്നുമില്ല. അപ്പൊ കള്ളു വായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലർക്ക് ഒത്തിരി സ്നേഹം പ്രകടനം കൂടുതലോ. അതുവരെ ഞാൻ പറയാം, അതുവരെ കണ്ട ഒരു വ്യക്തി പറയുന്നത് ഈ ആളെയല്ല. ഇതുവരെ മോശമായിട്ട് ആ ഒരു നിമിഷം വരെ അല്ലെങ്കിൽ ആ ഒരു ദിവസം വരെ കുറച്ച് ദിവസങ്ങളിൽ ഞങ്ങൾ പ്രാക്ടീസ് സെഷനും ഷൂട്ടിന്റെ ഇടയിലൊന്നും മോശമായി പെരുമാറിയിട്ടുള്ള ഒരു വ്യക്തിയുമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും കോൺഷ്യസ് ആവൂല. നമ്മൾ അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മളൊന്നും എന്താ പറയാ, നമുക്ക് ഒരു ഞാൻ എങ്ങനെ ഇപ്പൊ പറയാൻ എനിക്കറിയില്ല. നമ്മൾ നോട്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല, നമ്മളിങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പൊ സൂക്ഷിക്കാൻ ഇയാളടുത്ത് തോന്നിപ്പിക്കുന്ന ഒരു ക്യാരക്ടർ ആയിരുന്നില്ല അതുവരെ എന്നോട്. ആ സമയത്ത് ഈ ഞാനും വിചാരിച്ചു കള്ളു വയറ്റിൽ ചെന്നതിന്റെ കള്ളുപുറത്തുള്ള കിക്കായിരിക്കും വിചാരിച്ചു. ചിലർക്ക് അങ്ങനെ ഉണ്ടാവുമല്ലോ, കള്ളു വയറ്റി ചെന്ന പിന്നെ ഒടുക്കത്തെ സ്നേഹപ്രകടനം കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ ഇപ്പുറത്ത് നിൽക്കുക, ഏകദേശം മനസ്സിലായി ബാത്റൂം പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ആളെന്നോട് സിഗരറ്റ് വലിക്കാൻ നിർബന്ധത്തോട് നിർബന്ധം. ഞാൻ വലിക്കൂല. എന്നെ അറിയുന്ന എന്റെ ഇതുവരെയുള്ള എന്റെ ലൈഫിൽ ഭാഗമായിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഇപ്പൊ എന്റെ കൂടെ ഉള്ളവർക്കും അറിയാം, ഞാൻ കള്ളും കുടിക്കില്ല, ഞാൻ സിഗരറ്റും വലിക്കില്ല, യാതൊരുവിധ ലഹരി പദാർത്ഥങ്ങളും എന്റെ ലൈഫിൽ ആ കുറച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹാബിറ്റ് എനിക്കുള്ളൂ. ആ ഒരു ഇതല്ലാതെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ലാതെ അത് അത്രയും അങ്ങനെ ഫുഡ് ഭയങ്കര എക്സ്പ്ലോർ ചെയ്യുന്ന ആളുമല്ല. ഇഷ്ടമുള്ള സാധനങ്ങൾ ഒത്തിരി കഴിക്കും. ആ ഒരു ഇത് എനിക്ക് ഒരു കുറവ് എന്റേതായിട്ടുള്ള എനിക്ക് തോന്നിയിട്ടുള്ളൂ. വേറെ യാതൊരുവിധ മോശമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്കോ മോശമായിട്ടുള്ള ഒരു സാധനത്തിലേക്കോ ഞാൻ പോവാത്തൊരു വ്യക്തിയാണ്. അത് എവിടെ വേണമെങ്കിലും എനിക്ക് ആരുടെ മുന്നിൽ വേണമെങ്കിലും ഞെളിഞ്ഞു നിന്നിട്ട് പറയാം. അപ്പൊ ഇങ്ങനെ ആളെന്നെ നിർബന്ധിച്ചപ്പോൾ ഞാൻ ഇത് ഇതാക്കിയില്ല, അത് എനിക്ക് താല്പര്യം പറഞ്ഞു. അപ്പൊ ആളുണ്ട് ഈ ഇരിക്കുമ്പോ തന്നെ നേരെ ആ ബെഡിൽ ഈ ചേച്ചിയും ഇരിക്കുന്നുണ്ട്. മറ്റു 2 പേര് പേർക്ക് പറയാൻ പറയാതെ പ്രശ്നമില്ല. ദീപ്തി കല്യാണിയും ഹരിണി, അവർ 2 പേരും ഒരു ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ഒരു ടീം എന്നുള്ള രീതിയിൽ ഗ്രൂപ്പ് ഒരു കണ്ടസ്റ്റൻസ് എന്ന രീതിയിൽ പ്രതികരിച്ചിട്ട് അവരുമായിരുന്നു. അപ്പൊ ഇവരും ഹരിണി ചന്ദനും ദീപ്തി കല്യാണി, അപ്പൊ അവരും അവിടെ ഇരിക്കുന്നുണ്ട്. ഇവരിതെല്ലാം കാണുന്നുണ്ട്. ഇയാളിനോട് ഇങ്ങനെ എന്താ പറയാ കിക്കടിച്ചിട്ട് ഇങ്ങനെ ഒരു വിളിക്കൂ, നീ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്യുന്ന പറഞ്ഞൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ഷെയ്ക്കിന്റെ കാരണമാര് എന്റെ കൈ ഇങ്ങനെ പിടിച്ചു. നമ്മള് കാഷ്വലി നമ്മുടെ കൈ ഇങ്ങനെ പിടിക്കുക, ഷെയ്ക്കിന്റെ അങ്ങനെ പിടിച്ചിട്ട് എനിക്ക് പോലും റിയാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇത് വലിക്കാൻ വേണ്ടി എന്റെ കൈ തരാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെ ആള് ആ കൈ കൊണ്ടിട്ട് എന്റെ വിരല്, കൈത്തണ്ട നമ്മൾ വിരല് പറയില്ല, ആ ഭാഗത്തേക്ക് ആള് ചുണ്ടിനെ അടുപ്പിച്ചൊരു കിസ്. ഞാൻ ആകെ പാനിക്കായി പോയി. എനിക്ക് ഇത് ഇപ്പൊ പറയല്ലോ, ഇപ്പൊ ഇന്നത്തെ ഏജ് അല്ല എന്റെ അന്നത്തെ ഏജ്.
അന്നാണെങ്കിൽ ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് 2 കൊല്ലമായിട്ടുള്ളൂ. യാതൊരുവിധ എനിക്ക് ഈ പറഞ്ഞ എക്സ്പീരിയൻസോ നമ്മൾ ഒന്ന് പതറി പോവാ പറയില്ല. ഇന്നാണെങ്കിൽ എനിക്കത് കൈകാര്യം ചെയ്യാൻ അറിയാം. ഇന്നാണെങ്കിൽ ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറയും, ഒന്നാമത്തെ ഇത്ര വലിയ ആർട്ടിസ്റ്റുകളാണെങ്കിലും ഞങ്ങൾക്ക് പാർട്ടിയിൽ ഞങ്ങൾ എന്തിനും കള്ളു പിടിക്കില്ല, അപ്പൊ നിങ്ങൾ വേറെ ആർട്ടിങ്ങിന്റെ റൂമിൽ അത് കണ്ടക്ട് ചെയ്തോളൂ എന്ന് പറയാനുള്ള ഗട്സ് ഇന്ന് എനിക്കുണ്ട്. പക്ഷെ അന്ന് അത് ഉണ്ടായിരുന്നില്ല. അന്ന് അവർ നമ്മുടെ റൂം ചൂസ് ചെയ്ത് നമ്മുടെ റൂമിൽ വന്ന് ഇതാക്കി. അപ്പൊ അന്നത്തെ ഒരു സിറ്റുവേഷൻ പറയില്ല, ഞാൻ തന്നെ ആകെ പാനിക്കായി പോയി. സത്യം നമ്മൾ പറയും, നമ്മൾ പ്രതികരിച്ചൂടെ, അപ്പൊ തന്നെ അടിച്ചൂടെ, അപ്പൊ തന്നെ ഇഷ്യൂ. പക്ഷെ നമ്മൾ വിചാരിക്കാത്തൊരു വ്യക്തി നമ്മളടുത്ത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒന്ന് ഇതായി പോകും, കള്ളു കുടിച്ചിട്ടുള്ളതായിരിക്കും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിപ്പോയി. ഞാൻ ആകെ പതറിയിട്ട് ഞാൻ നേരെ ഇവരെടുത്ത് ഈ ഹരിണി ഇവരടുത്തേക്ക് ഞാൻ വന്ന് ഓൺ ദ സ്പോട്ട് ഈ ചേച്ചി നേരെ ബാത്റൂമിൽ കയറി ഡോർ അങ്ങോട്ട് ക്ലോസ് ചെയ്തു. ഇത് കണ്ടു, ഇവർ കണ്ടു മിററിലൂടെ ഈ സാധനം കണ്ടു. ഈ സാധനമാണ് കണ്ടത്. ഇവരുടെ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നതാണ് ഇവർ കണ്ടത്. അല്ലാണ്ട് ഇവർ അതിൽ പറയുന്നുണ്ടല്ലോ ഫ്രഞ്ച് കിസ് ചെയ്തു, കെട്ടിപ്പിടിച്ച് നിന്നു ബാത്റൂമിന്റെ അകത്ത് ഞാൻ അതിന്റെ കട്ടിലപ്പടി ഞാൻ കാല് വെച്ച് കടന്നിട്ടില്ല. അതിന്റെ അകത്തേക്ക് ഞാൻ പുറത്താ നിന്നുണ്ടായിരുന്നു. കാര്യം അകത്ത് കയറാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. എന്നിട്ട് ഇത്രയും വ്യക്തമായിട്ട് കണ്ടു എന്ന് ഇവർ പറയുന്നത്. ബാത്റൂം കയറി ഇവർ കഥ കടച്ചു, എന്താ പിന്നെ അതിന്റെ അകത്ത് നടന്നെന്നറിയില്ല. പിന്നെ ഈ ചേച്ചി ഡോർ തുറന്ന് ഹൈ പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയാ, ഒന്നും സംഭവം നടക്കാത്ത മാതിരിയാണ് ചില്ല് ചെയ്ത് ഡാൻസും കളിച്ച് വന്ന്. ഈ ആള് പിന്നെ നനഞ്ഞ വടക്കം പോലെ വന്ന്. പിന്നെ ആള് സൈലന്റ്, പിന്നെ ആള് മിണ്ടുന്നില്ല, പോയി പിടിച്ച വെള്ളത്തിൽ മുക്കിയ പോലുള്ള അവസ്ഥ. അങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിനുശേഷം ഞാൻ കുറച്ചു നേരം അവിടെ നിന്നിട്ടുള്ളൂ. കാര്യം ഇതൊരു ഇഷ്യൂ എന്ന് വെച്ചാൽ ആ ചേച്ചി എന്നോടൊന്നും ചോദിക്കാനോ പറയാനോ ഒന്നും വന്നിട്ടില്ല. എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ അതിന്റെ പാർട്ടാണെന്നുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ലിപ് ലോക്ക് ചെയ്യുന്നത്, ഫ്രഞ്ച് കിസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ചേച്ചി എന്നെ ആദ്യം നീ എന്റെ ഭർത്താവും ചെയ്യുന്നതെന്ന് ചോദിക്കണ്ടേ. അതെന്തുകൊണ്ട് ആ ചേച്ചി ചോദിച്ചില്ല? ആ ചേച്ചി കണ്ടത് അതല്ല, അവിടെ നടന്നതും അതല്ല. ഈ ഭർത്താവ് എന്നോട് മിസ്ബിഹേവ് ചെയ്യുന്നത്, ഭർത്താവ് വേണ്ട അമേദ്യം ആള് ബാത്റൂമിൽ കയറി കൊടുത്തു. എന്നിട്ട് ആള് പുറത്തു വന്നു. കുറച്ചു നേരം കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞത് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ റൂം അവർക്ക് വിട്ടുകൊടുത്തിട്ട് ഞാനും എന്റെ റൂംമേറ്റ് ആ പെൺകുട്ടിയും കൂടി ദീപ്തി ഹരിണി പറഞ്ഞു, മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യേ, നീ ഞങ്ങളുടെ റൂമിൽ പോയി, നിങ്ങൾ ഞങ്ങളുടെ റൂമിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ പറഞ്ഞിട്ട് അവരുടെ റൂമിന്റെ കീ തന്നിട്ട് ഞങ്ങൾ അവരുടെ റൂമിൽ ആക്കി. ഇവിടെ എന്താ ചെയ്തോട്ടെ എന്ന രീതിയിൽ ഞങ്ങൾ ഇവിടെ അവിടെ റൂം പോയിട്ട് ഞാൻ ഇരുന്ന് കരയായിരുന്നു റൂമിൽ. ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ വിളിച്ചിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ തന്നെ പറഞ്ഞിട്ടില്ല, പേടിച്ചിട്ട്. കാര്യം ആ നേരത്തെ ഇവര് പേടിക്കണ്ട വെച്ചിട്ട് ഞാൻ അത് കാര്യം അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ഫ്രണ്ടിനെ ഞാൻ അപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, എനിക്ക് ആകെ എന്തോ പോലെ പറഞ്ഞപ്പോ നീ പേടിക്കണം, ഈ എന്താണ് ഇപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിച്ചു. സാറിന്റെ മകനായിരുന്നു എന്റെ ഡാൻസ് പാർട്ണർ ആയിട്ടുണ്ടായിരുന്നത്. നീ പാട്ട് മിക്സ് ചെയ്യാൻ പുറത്തു പോയിരിക്കായിരുന്നു പെർഫോമൻസിന്റെ. ഇനി വന്നിട്ട് ഞാൻ പൊതുവെ ആ സമയത്തൊന്നും അത്ര വലിയ രസത്തിലും കൂടിയല്ലോ എപ്പോഴും ഞങ്ങൾ 1-2 മടങ്ങിയ ഡാൻസിന്റെ കാര്യത്തിൽ തെറ്റിൽ പിടിക്കില്ല. പക്ഷെ ഇനി വരെ വന്നിട്ട് നിനക്ക് എന്നൊന്നും വിളിക്കാമെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടായ സമയത്ത് നീ അവിടെ ഒന്നും ഞാൻ അവരുടെ കൂടെ ഒന്നും പോയി ഇതാക്കണ്ട, നീ ഇവിടെ ഇരുന്നോ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ വാക്കിൽ ഞാൻ അത്രയും സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്താണ് ഓരോരുത്തർ ആശ്വാസവാക്ക് പറയില്ലേ. അതുകൊണ്ട് ഈ ചേച്ചി പറഞ്ഞല്ലോ, ചേച്ചി ജിഷിനേട്ടൻ കണ്ടു, ഇവരുടെ പേര് ഞാൻ പറയട്ടെ, കലാ ചേച്ചി പേര് പറഞ്ഞുകൊണ്ട് ജിഷിനേട്ടനും പ്രമോദേട്ടനുമാണ് കണ്ടു. അവര് എന്താണ് ഓപ്പൺ ആയിട്ട് അവരൊരു വീഡിയോ ചെയ്യാൻ അവര് റെഡിയാണ് ഇത് പറഞ്ഞ വോയിസിൽ തന്നെ ചേച്ചി അപ്പുറത്ത് പറയുന്നുണ്ട്, നീ മറ്റേ ആളെ പേടിച്ചിട്ട് ഇനി വരാതിരിക്കുകയാണാവോ എന്നും പറയുന്നുണ്ട്. ഞാൻ ഈ 2 പേരെ ഞാൻ ജിഷിനേട്ടനെയും പ്രമോദേട്ടനെയും കോൺടാക്ട് നമ്പർ എന്റെ അടുത്തുണ്ട്. ഒരു കുഴപ്പമില്ലാത്തൊരു സൗഹൃദ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്. ഞാൻ 2 പേര് രാവിലെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. 2 പേരും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അവർക്ക് ഭ്രാന്താണ്, ഞങ്ങൾ അങ്ങനെ ആ കാര്യത്തിൽ ഞങ്ങൾ എന്താണെന്ന് പോലും അറിയില്ല. സോറി എന്റെ പേര് ഞാൻ പറഞ്ഞു, സോറി. നീ അവിടെ ഞങ്ങളിത് യൂസ് ചെയ്യുമ്പോൾ കൂടി നീ അവിടെ യൂസ് ചെയ്യാതെ നീ അവിടെ ഒരു മൂലക്ക് ഇരിക്കുകയായിരുന്നു. അതൊക്കെ ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഞാൻ പറഞ്ഞ ആൾ എന്നോട് മിസ്ബിഹേവ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വെച്ചപ്പോ അതും അവർക്ക് വ്യക്തമായിട്ട് അവരത് പറയുന്നില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ലാന്നും ഞാന് ഈ ഒരു കാര്യത്തില് ഇവര് ഇങ്ങനെ കണ്ടു, ഇവരോട് കാണിച്ചു കൊടുത്തു, ഒരു ഇൻവോൾവ്മെന്റ് അവർക്കും ഇല്ലാന്നും അവരെന്നോട് രാവിലെ പറഞ്ഞു. 2 പേർക്കും ഞാൻ വിളിച്ചു. എന്റെ ഷോ കോർഡിനേറ്റർ അന്നുണ്ടായിരുന്ന ആ ചേട്ടനെ ഞാൻ വിളിച്ചിട്ട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞു, വെറുതെ എന്നെ ഡ്രാഗ് ചെയ്തിട്ടുണ്ട്, എന്റെ പേര് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ, പക്ഷെ എന്നെ ഡ്രാഗ് ചെയ്തിടുന്നുണ്ട്. ഇത് വളരെ ചീപ്പായിട്ടുള്ള കാര്യമാണ്. ആ ചേച്ചിക്ക് ഭർത്താവിനോട് പേഴ്സണൽ ഗ്രഡ്ജ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തീർക്കണം. അല്ലാതെ ഷോലി ഉണ്ടായി എന്നോട് ആ ചേച്ചിക്ക് എന്ത് ദേഷ്യാന്ന് എനിക്കറിയില്ല. ഞാൻ ആ ചേച്ചി അതിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതില് കുറെ പേരെ കാര്യം പറഞ്ഞു, 17 വയസ്സുകാരിയായ പെൺകുട്ടിയുടെ അവർ പോക്സോയിൽ പെടുന്ന കാര്യമാണ്. ആ ചേച്ചിക്ക് തെളിവുണ്ട് പറയുന്നു. ബിഗ് ബോസ് കണ്ടസ്റ്റന്റ് ആയിട്ടുള്ളവരായിട്ട് ബാംഗ്ലൂർ പോയി സംഭവം എന്തൊക്കെയാ ഉണ്ടായിരുന്നു അത് പറയുന്നുണ്ട്. 3ാമത്തെ ഒരു ആയുർവേദ ഡോക്ടർ, 4ാമത്തെ മറ്റേ ഇപ്പത്തെ ഇഷ്യൂവിൽ വന്ന പെണ്ണ്, 5ാമത്തെ ടോപ്പിക്കാണ് സൂര്യ ജോഡി മറ്റേ എന്റെ കാര്യം പറയുന്നത്. ഞാൻ മറ്റേ കാര്യങ്ങൾ അത്രയും കേട്ടിട്ട് ഞാൻ വിശ്വസിച്ചിങ്ങനെ അയ്യോ ചെയ്ത് ഇത്രയും സഹിച്ചിട്ടാണോ എന്നത് എന്തായാലും പറഞ്ഞു വരുമ്പോഴാണ് ഇതേ കിടക്കണം എന്റെ കാര്യം. അതോടുകൂടി മറ്റേന്റെ ക്രെഡിബിലിറ്റി വരെ പോയി. സത്യത്തിൽ മറ്റേത് വരെ എനിക്ക് ഈ ചേച്ചി ഇപ്പൊ എന്റെ കാര്യത്തിൽ നോണയല്ലേ പറഞ്ഞു, അപ്പൊ പിന്നെ അതും നോണയായിരിക്കും എനിക്ക് തോന്നുന്നു സത്യത്തിൽ കേട്ടോ. പേഴ്സണലി എന്റെ കാര്യം ഞാൻ പറയണേ. പിന്നെ ഈ ചേച്ചി പറയുന്നുണ്ടല്ലോ ബിഗ് ബോസിലത്തെ കണ്ടസ്റ്റന്റിന്റെ പേര് ഞാൻ വെളിയിലിടും, അവളെ എനിക്ക് മെസ്സേജ് അയക്കണം, എന്നോട് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഞാൻ അവളെ പേര് വെളിയിലിടുന്നു. എന്തുകൊണ്ട് ഈ ചേച്ചിക്ക് ഞാൻ ഈ എന്താണ്
വീഡിയോ കണ്ടിട്ട് ഞാൻ ആ ചേച്ചിക്ക് രാവിലെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ആ ചേച്ചിയുടെ നമ്പർ എന്റെ അടുത്തില്ല, ഇൻസ്റ്റയിൽ ഞാൻ മെസ്സേജ് ലെങ്തി വോയിസ് കാര്യങ്ങൾ, ചേച്ചിക്ക് എന്ത് ദേഷ്യത്തിന് പുറത്തെ ചേച്ചി അങ്ങനെ പറയുന്നത് വേണ്ടി ഞാൻ വോയിസ് അയച്ചു. ആ ചേച്ചി എന്റെ മെസ്സേജ് കണ്ടിട്ടുണ്ടാവും, ഓഫ് കോൾ കണ്ടിട്ടുണ്ടാവും. ആ ചേച്ചി എന്തുകൊണ്ട് എനിക്ക് റിപ്ലൈ വരുന്നില്ല? അതുപോലെ ഞങ്ങളുടെ കോർഡിനേറ്റർ, ആ വോയിസ് ഞാൻ ഇടാം, കോർഡിനേറ്റർ ആ ചേച്ചിക്ക് മെസ്സേജ് അയച്ചു, വോയിസ് മെസ്സേജ്, ആ ചേച്ചി കേട്ടു, ആ ചേച്ചി റിപ്ലൈ കൊടുക്കുന്നില്ല. പക്ഷെ നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ അടുത്ത് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി, മനസ്സവാസം എനിക്ക് ഈ ചേച്ചി പറഞ്ഞ കാര്യത്തിൽ യാതൊരു ബന്ധവുമില്ല, ഇങ്ങനെയാണ് ഉണ്ടായത്. ആ ഉൾട്ടേക്കിട്ട് ആ ചേച്ചി കുറച്ച് കാര്യങ്ങൾക്ക് ഒരു പൊലിമ കൂടാൻ വേണ്ടിയിട്ടായിരിക്കും തോന്നുന്നു. ആ ചേച്ചിക്ക് ഇത് ഇങ്ങനെ പറഞ്ഞാൽ മതി, എന്റെ ഹസ്ബൻഡ് ആള് ശരിയല്ല, ആള് മിസ്ബിഹേവ് ചെയ്ത് ഞാൻ കണ്ടിട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാലും ഞാൻ മിണ്ടില്ലായിരുന്നു ഈ കാര്യം സംഭവം സത്യമാണ്. പക്ഷെ അവിടെ ഞാനും കൂടി ഇൻവോൾവ് ചെയ്ത് പറയുമ്പോഴാണ് എനിക്ക് സങ്കടവും എനിക്ക് ദേഷ്യവും വരുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പോൾ പറയേണ്ട ആവശ്യം. ഞാൻ അത് കേട്ടോടനെ ഞാൻ കേട്ടോടനെ അർദ്ധരാത്രി ഞാൻ ആദ്യം വിളിച്ചത് മൂപ്പൻ ചേട്ടനാണ്, ശരത്തേട്ടനാണ്, മൂപ്പൻസ് വ്ലോഗ്. ആളടുത്ത് ഞാൻ സങ്കടം കുറെ പറഞ്ഞു. ആളെന്നോട് പറഞ്ഞു, നീ അത് പേര് പറഞ്ഞിട്ടില്ലല്ലോ, ഒഴിവാക്കിയേക്ക്. കാര്യം അവരുടെ ഒരു യൂണിവേഴ്സ്, എനിക്ക് കേട്ടോ അവരുടെ യൂണിവേഴ്സിനും ഗ്രൂപ്പിലും കയറാൻ എനിക്ക് താല്പര്യമേ ഇല്ല. സായി ചേട്ടന് ഞാൻ ഇൻസ്റ്റയിൽ മെസ്സേജ് വെച്ചിട്ട് കാര്യങ്ങൾ ആളടുത്ത് ഞാൻ പറഞ്ഞപ്പോഴും ആളും എന്നോട് പറഞ്ഞത് ഈ പറഞ്ഞ മാതിരി അതിൽ എനിക്ക് എന്റേതായ കരിയറും പ്രൊഫഷണലായിട്ട് പോകാൻ എനിക്കിഷ്ടം. ഇവരുടെ കയറിയിട്ട് റീച്ച് പേരൊന്നും മ്യൂട്ടേ ആൾക്ക് ഞാൻ മെസ്സേജ് അയച്ചു, ഈ പറയുന്ന വ്യക്തിക്ക് ഞാൻ മെസ്സേജ് അയച്ചു. ഈ ചേച്ചിയുടെ പറയുന്ന സോക്കോൾ ഹസ്ബൻഡ് ഡിവോഴ്സ് ആയിട്ടുണ്ട്, എനിക്ക് അങ്ങനെ പറയാലോ ഹസ്ബൻഡ് ആണെന്ന്. ആ വീഡിയോയിൽ പറയണ്ടല്ലോ ഡിവോഴ്സ് അല്ലാന്ന്. അപ്പൊ ഈ ഹസ്ബൻഡിന് ഞാൻ മെസ്സേജ് അയച്ചു, ഹസ്ബൻഡ് ബബ്ബ അടിക്കണം എന്നോട്, നിങ്ങൾ ഇനി രണ്ടുപേരും കൂടി റീച്ച് ഉണ്ടാക്കാനാണോ എന്ന്. എനിക്ക് അങ്ങനെ എന്നോട് അഭിനയിക്കില്ല കേട്ടോ, എന്നോട് അഭിനയിക്കരുത്, നിങ്ങൾ അഭിനയിച്ചോളൂ, നിങ്ങൾ സീരിയലിൽ അഭിനയിച്ചോളൂ, പക്ഷെ എന്റെ അടുത്ത് അഭിനയിക്കരുത് പറഞ്ഞു ഞാൻ. കാര്യം എനിക്ക് ഈ റീച്ച് നിങ്ങളുടെ ഇടയിൽ കിടന്നിട്ടുള്ള ഈ സെപ്റ്റിക് ടാങ്കിൽ കിടന്നിട്ടുള്ള റീച്ച് എനിക്ക് വേണ്ട. അതേമാതിരി ഈ ചേച്ചിയാണെങ്കിലും ബിഗ് ബോസിലത്തെ ആ സ്ത്രീ മെസ്സേജ് അയച്ചില്ലെങ്കിൽ ഞാൻ എടുത്ത് വെളിയിലിടും നിന്നെ അലപ്പം എന്ന് പറയുന്നത്. ഞാൻ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ ഇല്ല എനിക്ക്. ആരെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്ത് പറഞ്ഞതാണോ എന്ന് അങ്ങനെ തോന്നാനും എനിക്കില്ല. കാര്യം മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്ന രീതിയിലല്ല ആ സ്ത്രീ പറഞ്ഞു. ആ സ്ത്രീ ഞാൻ കണ്ടു. നമുക്ക് ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താം, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല. ഞാൻ സായിച്ചേട്ടനോട് ഞാൻ ബ്രോനോട് ഞാൻ അതാ പറഞ്ഞത്. അപ്പൊ ആള് ഈ ചേച്ചിക്ക് വിളിച്ചപ്പോ ഈ ചേച്ചിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ആ കാര്യം ആ ടോപ്പിക്ക് ഞാൻ എടുത്തിടുന്നില്ല. ഇനി അവളായിട്ട് എടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തെളിവുണ്ട്, എന്റെ കൂടെ സാക്ഷി പറയാൻ 2 ആൾക്കാരുണ്ട്, അവരെ കൊടുന്ന് പറയുന്നതാണ്. എനിക്കുണ്ട്. ഇതെന്താ കണ്ടത്? ഈ പറഞ്ഞ ഈ 2 വ്യക്തികളാണ്, അതേ 2 വ്യക്തികളുടെ വോയിസ് റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഈ പറയുന്ന ജിഷ്ണേട്ടനോ പ്രമോദേട്ടനാണ് ഇവൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ജിഷ്ണേട്ടനോടും പ്രമോദേട്ടനോടും ഞാൻ അവൾ സംസാരിച്ചതാണ്. അവര് പറയുന്ന റെക്കോർഡ് എന്റെ അടുത്തുണ്ട്. ഞങ്ങളൊന്നും കണ്ടിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ അങ്ങനെ ഒന്നും പറയാനും വരുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അതുമല്ല ഇങ്ങനെ ഈ എന്താ സംഭവം അവിടെ തക്കതായി കണ്ണുകൊണ്ട് കണ്ട വ്യക്തികളുണ്ട്. ഈ പറഞ്ഞ ദീപ്തി ആണെങ്കിലും ഹരിണി ആണെങ്കിലും മറ്റേ കുട്ടിയാണെങ്കിലും കണ്ടതാണ്. അത് കറക്റ്റ് ആയിട്ട് അറിയുന്നതാണ് എന്താ പറയുന്ന കാര്യം. ഞങ്ങൾ ആ റൂമിൽ ഞാൻ വന്ന് കരങ്ങി റൂമിൽ ഒന്ന് വെറുതെ വന്ന് നോക്കി, പാർട്ടി നടക്കുന്ന റൂമിൽ അവിടെ ലിറ്ററലി ഞാൻ പറയുന്നുണ്ടെങ്കിൽ റൂം കിടക്കണ കോലം കാണണം. കള്ളുകുപ്പി വീണ് കിടക്കുന്നു, ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നു, ഒരു ചായക്കപ്പ് പൊട്ടി, മറ്റേ വെള്ളം കുടിക്കുന്ന 2 ഗ്ലാസ് പൊട്ടിക്കിടക്കുന്നു. പിന്നെ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ മൊത്തം പുക. അവിടെ എന്താ പറയാ, പൂരം കഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ കിടന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ റൂം. ഞാനും മറ്റേ കൊച്ചും കൂടി രാവിലെ പോയ സമയം റൂമിൽ കയറുമ്പോൾ ഞങ്ങള് ഒന്നാമത് തമിഴ്നാട് ഞങ്ങൾ പറയും ചെയ്യുന്നത്, ഈ ഹോട്ടലത്തെ ആൾക്കാർ ഞങ്ങൾ ഈ കീ കൊണ്ടേ കൊടുത്തിട്ട് റൂം ക്ലീൻ ചെയ്യണം പറയുമ്പോൾ ഞങ്ങൾ ഈ മലയാളീസ് ഇങ്ങനെയാണോ എന്ന് തെറ്റിദ്ധരിക്കുന്നില്ലേ? നമുക്കൊരു നടക്കട കീ കൊണ്ടേ കൊടുക്കുമ്പോൾ റൂം സർവീസിന്റെ അടുത്ത് റൂം സർവീസ് ചെയ്യണം എന്ന് പറയാൻ വേണ്ടിയിട്ട്. കാര്യം ഞങ്ങളുടെ റൂമാണല്ലോ, ഞങ്ങളല്ല അത് ചെയ്തു വെച്ചത്, പക്ഷെ ഞങ്ങളുടെ റൂമാണല്ലോ. അവർ വിചാരിക്കുക ഈ 2 പെണ്ണുങ്ങളാണ് ഈ കൂത്താടിയെന്നല്ല വിചാരിക്കുക. എനിക്കിതൊന്നും പറയുക ബാക്കിയുള്ളവർക്ക് എന്നോട് ഞാൻ ഒന്നും തോന്നിയിട്ട് കാര്യമില്ല. കാര്യം എനിക്കിതൊക്കെ പറയേണ്ട അവസ്ഥ വന്നുകൊണ്ടാണ്. അവിടെ ബാക്കി എൻജോയ് ചെയ്തവരെ ഒന്നും ഞാൻ കുറ്റപ്പെടുത്തുകയല്ല, അതൊക്കെ അവരുടെ എൻജോയ്മെന്റ്. അവർ കള്ളു കുടിക്കുകയെ, അവര് സിഗരറ്റ് വലിക്കുക, അവർ കഞ്ചാവടിക്കുക, എന്താ ചെയ്തോട്ടെ. പക്ഷെ ഒന്നും ചെയ്യാതെ നമ്മൾ ഇതിൽ കൊണ്ട് ഡ്രാഗ് ചെയ്തിടരുത്. അത് ഈ ചേച്ചിയായിട്ട് ഇപ്പൊ ഇത് വലിച്ചു കാര്യം എന്റെ വായിൽ നിന്ന് പറയിപ്പിച്ചതാണ്. വേറെ ആരും ഒന്നും ഇതിൽ ഇവർ പറയുന്ന കാര്യങ്ങൾ അത്രയും തന്നെ നമുക്ക് വിശ്വസിക്കാനുള്ള ഒരു ഇത് എവിടുന്നാ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ജെനുവിൻ ആയിട്ടാണ് സംസാരിക്കുന്നത്. ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ആ ഒരു പേരിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇപ്പം ഒരു ആർഗ്യുമെന്റ് ജയിക്കാൻ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിനോട് പക പോക്കാൻ വേണ്ടി സജന ഇത് പറയുന്നത് പോലെയാണ് ഈ കുട്ടി കാര്യം അവതരിപ്പിക്കുന്നത്. ഇപ്പൊ അവിടെ എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 സത്യം പറഞ്ഞതിനകത്ത് ഒരു കാര്യം നുണയാണെങ്കിൽ ബാക്കി 9 സത്യങ്ങളുടെ ആ ഒരു ക്രെഡിബിലിറ്റി അവിടെ ചോദ്യം ചെയ്യപ്പെടും. ബാക്കി 9 കാര്യങ്ങളും നുണയാണെങ്കിലോ അതിൽ പല കാര്യങ്ങളും നുണയാണെങ്കിലോ എന്ന് മറ്റുള്ളവർ ചിന്തിച്ചു തുടങ്ങും. അതാണ് ഉണ്ടാവുക. ഒരു പക്ഷേ ഈ ഒരു കാര്യം എന്താണ് ഫിറോസിനെതിരെ കുറച്ചും കൂടെ സ്ട്രോങ് ആയി നിൽക്കാനോ അയാളെ ചെരിവാരിത്തേക്കാനോ സ്വന്തം ആർഗ്യുമെന്റിൽ ജയിക്കാനോ വേണ്ടി പറഞ്ഞതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ അതിനൊരു ക്ലാരിറ്റി ഇല്ലാതെ പറഞ്ഞതായിരിക്കാം. എന്നിരുന്നാലും ഇപ്പോൾ അത് സജനയ്ക്കാണ് തിരിച്ചടിയായിട്ടുള്ളത്. കുട്ടി ഒരുപാട് ഇതിൽ വന്ന് പറയുന്നുണ്ട് അവരെക്കുറിച്ച്, ആ ഒരു കുട്ടീനെ കുറിച്ചിട്ട് പല ആളുകൾക്കും പല വിധത്തിലുള്ള ട്രസ്റ്റാണ്. അത് അങ്ങനെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയല്ല, ഏതോ ദീപ്തിയോ അങ്ങനെ ഹിരണിയോ അങ്ങനെ ഏതൊക്കെയോ ഒരു ട്രാൻസ്ജെൻഡേഴ്സിന് ഈ കാര്യം അറിയാം, ജിഷിൻ മറ്റുള്ളവർക്ക് ഈ കാര്യം അറിയാം, പിന്നെ ഒരു പ്ലംബർ ആ കുട്ടീനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ആൾക്കാർ ആ ഒരു പെൺകുട്ടിക്ക് സപ്പോർട്ടാണ്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്ന കാര്യങ്ങളിലെ സത്യാവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ സ്വയം പരിശോധിക്കേണ്ടിയിരിക്കുന്നു. എനിക്ക് ആ ഒരു ഓഡിയോ കേട്ട സമയത്ത് ജെനുവിനായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സജന കണ്ടു എന്ന് പറഞ്ഞ കാര്യം ആ കുട്ടി നിഷേധിക്കുന്നില്ല, പക്ഷെ അത് ഫ്രഞ്ച് കേസ് ആയിരുന്നില്ല. എൻ്റെ കൈക്കാണ് അയാൾ ചുംബിച്ചത്. അത് ആ കുട്ടിയുടെ കൺസേണോട് കൂടിയല്ല. അയാൾ മദ്യലഹരിയിലായിരുന്നു. പ്രതീക്ഷിക്കാത്ത സമയത്ത് സ്വന്തം കൈ കയറി പിടിക്കുകയും പെട്ടെന്ന് അപ്രതീക്ഷിതമായി കിസ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. ആ ഒരു രംഗം മാത്രമാണ് സജന കണ്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അവകാശപ്പെടുന്നത്.
അത് തള്ളിക്കളയാൻ പറ്റാത്തൊരു സാധ്യതയാണ്. അത്രയും സമയം സജന അവിടെ നിന്നിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ, ഈ ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ വളരെ മാസീവായിട്ട് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു പ്രതികരണം ആ സമയത്ത് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ കുട്ടി പറയുന്നതിൽ എന്തൊക്കെയോ സത്യാവസ്ഥ ഉണ്ട് എന്നുള്ളത് വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മളെല്ലാവരെയും പോലെ ബാക്കി കാര്യങ്ങളും നുണയാണ് എന്ന് പറയുന്നില്ല. കാരണം ഒരുപക്ഷെ ഒരു ആർഗ്യുമെൻറ്റിൽ ജയിക്കുന്നതിന് വേണ്ടിയിട്ടോ അയാളെ ചളിവാരി എറിയുന്നതിന് വേണ്ടിയിട്ടോ കിട്ടിയ അവസരം ഇങ്ങനെ പറഞ്ഞതാണെങ്കിൽ തന്നെ ബാക്കി കാര്യങ്ങൾ ഒരുപക്ഷെ സത്യമാവാം, സത്യമല്ലായിരിക്കാം. 50-50 ചാൻസ് ആണ്. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിൽ നിയമത്തിൻ്റെ വഴിയെ മുമ്പോട്ട് പോയിട്ട് ആ 17 വയസ്സുള്ള കുട്ടീൻ്റെ കാര്യം ഉൾപ്പെടെ സത്യമാണെങ്കിൽ അയാൾക്ക് ശിക്ഷ ലഭിക്കട്ടെ. പോക്സോ ആണ് പറഞ്ഞിട്ടുള്ളത്, ശിക്ഷ ലഭിക്കട്ടെ. അതല്ല എന്നുണ്ടെങ്കിൽ പുതിയൊരു യൂണിവേഴ്സായിട്ട് ക്രിയേറ്റ് ആവാതെ ഇങ്ങനെ എവിടെയെങ്കിലും പോയിരുന്ന് കാര്യങ്ങൾ പറഞ്ഞ് സോൾവ് ആക്കുക. അനാവശ്യമായിട്ട് ഇതേമാതിരി മറ്റുള്ള സ്ത്രീകളുടെ പേര് വലിച്ചിട്ടിട്ട് അത് അവർക്കൊരു ട്രോമ കൊടുക്കാതിരിക്കുക എന്ന് മാത്രം ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒരു ബിഗ് ബോസിലെ പെണ്ണുപിള്ളേരുടെ പേരൊക്കെ പറയുകയുണ്ടായി. ആരാന്ന് വെളിപ്പെടുത്തിയിട്ടില്ല, വലിച്ചു കീറുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ അത് പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഈ കുട്ടി ചോദിക്കുന്ന ഇത്രയാണ്, നിങ്ങൾ അവർക്ക് മറുപടി കൊടുത്തിട്ട് അവർ റിപ്ലൈ തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അവരെ വലിച്ചു കീറുമെന്ന് പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വോയിസ് അയച്ചിട്ടോ മെസ്സേജ് അയച്ചിട്ടോ നിങ്ങൾ എനിക്ക് റിപ്ലൈ തരുന്നില്ല, എന്തുകൊണ്ട് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.